ഇപ്പൊ ചേട്ടന് എനിക്കിപ്പോ പറയണ നമ്മുടെ മലയാളം സിനിമയിലും എക്സ്പെരിമെന്റ് മൂവി ഇഷ്ടംപോലെ ചെയ്യുന്ന ടീമാ. പക്ഷെ ഒരു ജനറേഷനെ തന്നെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ ഭാഗമായ ഒരാളാണ് അത്ഭുത ദ്വീപ്. അപ്പൊ എന്താണ് ആ ഒരു അത്ഭുത ദ്വീപില് ഭാഗമായി സിനിമ, അങ്ങനെയാണ് സിനിമയിലോട്ട് വരുന്നത്? സിനിമയില് ആദ്യമായിട്ട് ചെയ്യുന്നത് 1992 വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ ആ സിനിമയിലെ ലാലേട്ടനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി സെറ്റിൽ ചെന്ന ഒരാളാണ് ഞാൻ. അപ്പം അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയും അങ്ങനെ അഭിനയിക്കുകയും ചെയ്യും. അതിനകത്ത് ആ കുട്ടികളുടെ കൂടെ ചാടുന്നത് എനിക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ അതിന് വലിയൊരു ഭാഗ്യല്ലേ. അപ്പൊ അന്നൊക്കെ പറഞ്ഞ ഈ സിനിമയുടെ ഒരു മേഖലകൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അന്ന് പിന്നെ അത് കഴിഞ്ഞ് പത്രത്തിലൊക്കെ വന്നു. ചെറിയൊരു സംഭവം ചെയ്തിട്ട് പോലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറെ പേരുണ്ടായിരുന്നു ആലപ്പുഴയിലെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം. അങ്ങനെ ഇങ്ങനെ അറിഞ്ഞാണ് അത്ഭുതദ്വീപ് എന്ന് പറഞ്ഞ സാറ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ സാർ ചെയ്യുന്നുണ്ട്, വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലാനൊരു ഭാഗ്യം ഉണ്ടായി. ആ 300 പേരിൽ എല്ലാവരും കഴിവുള്ളവരാണ്. അതിൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇന്നും എനിക്കൊരു അത്ഭുതമാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് നമുക്ക് ഡിഫറെന്റ്ലി ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നൊക്കെ. പക്ഷെ അതെല്ലാം വിട്ടിട്ട് നിങ്ങളെ പോലെ ഒരുപാട് കലാകാരന്മാര് നമുക്ക് തെളിയിച്ചു. വിനയൻ സാറിന്റെ ആ മൂവിയിൽ നമ്മൾ തെളിയിച്ചതാണ്. ഇപ്പോ ഫക്രുചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളും കൂടിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു, അങ്ങനെ മലയാളം സിനിമയാണെങ്കിലും നമ്മളെ മാറ്റി നിർത്തപ്പെടാന്നുള്ളത് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണല്ലോ. അതിൽ നിന്ന് മാറിയിട്ട് സിനിമയിലോട്ട് വന്നപ്പോ എന്ത് തോന്നിയെന്ന്? അതെ, അത് പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. കാരണം ഞങ്ങള് ഈ ഒരു അത്ഭുത ദ്വീപിന് ശേഷം അത്ഭുത ദ്വീപിന് മുമ്പ് എന്ന് പറയുന്നൊരു ജീവിത കാലഘട്ടത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനു മുമ്പ് ഞാൻ കണ്ടിരുന്ന കാലം എന്ന് പറയുന്നത് ഞങ്ങളൊരു കോമാളികളാണ്. എവിടെ ചെന്നാലും തട്ടുക, മുട്ടുക, തോണ്ടി എറിയുക, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളെ കണ്ടിരുന്നത്. അതിൽ നിന്നും അത്ഭുതത്തിന് ശേഷം ഞങ്ങളൊരു സിനിമ താരം എന്ന് പറയുന്ന ഹൈ ലെവൽ ഇതിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ഒരു മൂവിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ 2ാം ഭാഗമാണ്. കാരണം ഞാൻ മിക്കവർക്കും അറിയാം, പല വെട്ടർ പുരുഷൻ ചേട്ടനാണെങ്കിലും തവക്കളയാണെങ്കിലും അവരൊക്കെ ആ സമയത്ത് ഭയങ്കര സ്റ്റാറായിരുന്നു. മനസ്സിലായി. അപ്പം അവരൊക്കെ അന്ന് ചെയ്ത ക്യാരക്ടറൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ലിമിറ്റേഷൻസ് വെച്ചിരിക്കുകയുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിനിമയായിട്ട് തന്നെ ജനങ്ങൾ കാണണം. മനസ്സിലായോ? ഞങ്ങളിപ്പോൾ കോമാളിത്തരം കാണിക്കുന്നു, ഇതാകുന്നു എന്ന് വിചാരിച്ച് നമ്മളങ്ങനെയല്ല. നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മളൊരു ആൾ വേറെയാണ്. അപ്പം നമുക്ക് ക്യാരക്ടർ ചെയ്യണം. ഞങ്ങൾ പണ്ട് ഉള്ളവർ ചെയ്ത അതേ ക്യാരക്ടർ തന്നെ ഇപ്പം ചെയ്യണം, കൊടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ വയ്യാത്തവരാണ് അല്ലെങ്കിൽ ഞങ്ങളെ കോമാളിയായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ഇത് അങ്ങനെ വിചാരിച്ച് നമ്മൾ അവഗണിക്കേണ്ടവരില്ല. നമ്മൾ സിനിമയായിട്ടും ജീവിതമായിട്ട് കാണുക. മനസ്സിലായോ? ഇപ്പം സ്ത്രീകളെ എന്തെല്ലാം പല രീതിയിൽ കാണിക്കുന്നുണ്ടില്ല, കൊല്ലുന്നുണ്ട്, ഇതുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഞങ്ങൾ വഴിയെ പോകുന്ന സ്ത്രീകളെല്ലാം നമ്മൾ ആ രീതിയിൽ കാണുന്നില്ലല്ലോ. സിനിമയായിട്ട് തന്നെ കാണാം. സിനിമയിൽ എന്ത് ചെയ്തു, അപ്പം ഞങ്ങൾ കോമാളിത്തരം കാണിക്കും, ഞങ്ങളെ തട്ടുന്നവരുണ്ട്. അതൊക്കെ സിനിമയിൽ ഞങ്ങളുടെ ആവശ്യ ഘടകമാണ്. ഞങ്ങളെ ഒരു ചെറിയൊരു ഇപ്പം ഈ അജയൻ ഭായ് മറ്റേ മീശ മാധവനിലൊക്കെ ചെയ്ത പോലെ തേങ്ങയാണെന്ന് പറഞ്ഞ് പൊതിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുപോലെ ക്യാരക്ടർ ഇനിയും വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ട്.